PM കിസാൻ ഉൾപ്പെടെയുള്ള കാർഷിക പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ 2026 മെയ് 30-നകം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. കർഷക ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. PM കിസാൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന നിരവധി കർഷകർ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നു. ഇതിനു മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്ന് മെയ് 30-നകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നിശ്ചിത തീയതിക്കകം കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് അടുത്ത PM കിസാൻ ഗഡു അതായത് 23ാമത്തെ ഗഡു ലഭിക്കാൻ സാധ്യതയില്ല. ഭാവിയിൽ സബ്സിഡി നിരക്കിൽ വളം, വിത്ത് എന്നിവ വാങ്ങുന്നതിനും വിള ഇൻഷുറൻസ് പദ്ധതികൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കും ഈ കർഷക ID നിർബന്ധമാക്കും. ഫാർമർ IDക്ക് അപേക്ഷിച്ചവർ നിർബന്ധമായും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാർമർ ID അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതിനായി klfr.agristack.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ കാണുന്ന ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച കോഡും കൊടുത്ത് സെർച്ച് ബട്ടൺ അമർത്തുക. തുടർന്ന് സ്ക്രീനിൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കർഷക IDയും അവിടെ തെളിഞ്ഞു വരും. ഇനി റിജക്റ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ പോയി തെറ്റുകൾ തിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയതായി അപേക്ഷിക്കുന്നവർക്കും ഈ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. klfr.agristack.gov.in എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഇത് ചെയ്യാവുന്നതാണ്. ഇനി നടക്കാനുള്ളത് 23ാമത്തെ ഗഡു വിതരണമാണ്. ജൂൺ മാസം അവസാനത്തെ ആഴ്ചയോ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരമോ ആയിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക. PM കിസാനുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.